കുറെ നന്മയുടെ ആളുകൾ, കുറെ തിന്മയുടെ ആളുകൾ, ഹൃദയം ഒരുപാട് ലോലമായ ഹൃദയത്തിൽ കരുണയുടെ ഉറവുകൾ ഒഴുകുന്ന ആളുകൾ, എന്നാൽ കാഠിന്യത്തിന്റെ കരിങ്കട്ടകളുള്ള ഒരുപാട് മനുഷ്യന്മാർ വേറെ. ഇതൊക്കെ ലോകത്തിന്റെ ചിത്രമാണ്. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായല്ലോ. فأما من أعطى واتقى وصدق بالحسنى, അല്ലാഹുവിന് വേണ്ടി നൽകുകയും പരലോകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തവർ. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി, യേ ഖാകി അപ്നി ഫിത്രത് മേ ന നൂരി ഹൈ ന നാരി ഹൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ കടന്നു വരുന്നു. നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ സീരിയസ് ആയുള്ള ചർച്ചയിലാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പാവപ്പെട്ട ഒരു ഫഖീറാണ് നബിയേ, ദരിദ്രനാണ്. കുറച്ച് മക്കൾ എനിക്കുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് നബിയേ, മദീനയിൽ ഇവിടെ. ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും അറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയേ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. അന്നൊരിക്കൽ ഈ തോട്ടത്തിന്റെ മുതലാളി വന്നു. എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച കൂട്ടത്തിൽ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയിൽ നിന്നും ഏതാനും ഈത്തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടിച്ചെന്ന് കുറച്ചു വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്ത് നടക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എന്റെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ. അതുമാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴം പോലും വിരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിൽക്കിൻ, ഞാനിപ്പോ വരാം. ആ പാവപ്പെട്ട സ്വഹാബിയുടെ കൂടെ നടന്നു പോകുന്നു. വിശ്വാസികൾ മനസ്സിലാക്കണം, നമ്മുടെ ഹിദായത്ത് സെന്ററിന്റെ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു വെച്ച മാതൃകകളാണ്. നേരെ ചെന്നിട്ട് ചോദിച്ചു, ആ ഈത്തപ്പനയുടെ ഉടമസ്ഥൻ അയാളോട് ചോദിച്ചു, ബിഅനി ഹാദിഹി നഖ്ല വലക ബിഹാ നഖ്ലതുൻ ഫിൽ ജന്ന. ബിഅനി ഹാദിഹി നഖ്ല, ഈ ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? അതിന് പകരം സ്വർഗത്തിൽ ഞാനൊന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ബിഅനി ഹാദിഹി നഖ്ല വലക ബിഹാ നഖ്ലതുൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ? ആണെന്ന് പറഞ്ഞു എന്നറിയോ? അയാൾ ഒരു കപടവിശ്വാസിയായിരുന്നു. ഹിപ്പോക്രറ്റ്സ്. മുസ്ലിമാണ്, നടക്കുകയാണ്, പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു. ഉള്ളിൽ കുറെ ബിംബത്തെ പൂജിക്കുന്ന ആളാ. അള്ളാഹുവാണ് ഏകദൈവനാ പടച്ചവൻ, ഇത് പുറമങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളാ. മുനാഫിഖ് എന്നാ പറയാ. ഹിപ്പോക്രറ്റ്സ്, കപടവിശ്വാസി. ആളൊരൊറ്റ എക്സ്ക്യൂസ് പറഞ്ഞു, നബിയേ തരാമായിരുന്നു കേട്ടോ, പക്ഷേ ഈ ഈത്തപ്പനയോളം മധുരമുള്ള മറ്റൊരു പഴം, മറ്റൊരു ഈത്തപ്പന എന്റെ തോട്ടത്തിലില്ല നബിയേ. ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തരാം, ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ. വിൽക്കൂലേ? ഇല്ല നബിയെ, തരാൻ പറ്റൂല. സങ്കടപ്പെട്ട് തിരിച്ചു പോന്നു. തിരിച്ചിങ്ങനെ പോരുമ്പോഴാണ് കഥയറിഞ്ഞ് ഓടിച്ചെല്ലുന്ന സുഹാബി അബൂദ്ദഹദാഹ് റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മദീനയിലെ ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട്, ഉടമസ്ഥനോട് അങ്ങൊരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഈത്തപ്പനക്ക് സ്വർഗത്തിലൊന്ന് വാങ്ങിച്ചു തരാം അങ്ങ് പറഞ്ഞുവല്ലോ. അയാൾ തരില്ലെന്നും പറഞ്ഞു. നബിയെ, ഞാനതങ്ങേക്ക് വാങ്ങിച്ചു തന്നാൽ അയാൾക്ക് അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈത്തപ്പന എനിക്ക് ലഭിക്കുമോ നബിയെ? ഹുവലക, നിങ്ങൾക്കത് ലഭിക്കും. അബൂദ്ദഹദാഹ്, മതി നബിയെ, ഞാനിപ്പോ തരാം. ഓടിച്ചെന്ന് ഇയാളുടെ അടുത്തേക്ക് ചോദിച്ചത് വിൽക്കുമോ? പറഞ്ഞു തരില്ല.
വിൽക്കോ? ഇല്ല, വിൽക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അയാൾ പറഞ്ഞു, നിനക്ക് ഒരുപാട് തരേണ്ടി വരും, അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല. എത്ര വേണം? അയാൾ പറഞ്ഞു, ഈ ഒരു ഈത്തപ്പനക്ക് പകരം 40 ഈത്തപ്പനകൾ അതിന്റെ വേരോടെ, മണ്ണോടെ, ഭൂമിയോടെ വേണം. പടച്ചോനെ, നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണ ഇങ്ങനെ പറയാറുള്ള മനുഷ്യന്മാർ, ദുൽമ ചെയ്യാന്ന് പറയില്ലേ. അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെന്റിന് 30 വില. എവിടെ? ആകെ സെന്റിന് 2 ലക്ഷം ഉണ്ടാവില്ല, 1 ലക്ഷം ഉണ്ടാവില്ല. സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധമാണെന്ന് അറിയാം, ഇയാൾ വാങ്ങിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടാണ്. ഇത് മനുഷ്യന്റെ ഒരു ദുൽമിന്റെ വലിയൊരു ചിത്രമാണ്. ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിന് അമിതമായ വില പറയുകയും ചെയ്യുന്ന പൊന്നു മുഅ്മിനെ ദുൽമാൻ. ദുൽമ്, അക്രമം എന്നതിന്റെ പേര്. ആരും ചെയ്തു പോകരുത്, അക്രമമാണത്. മുനാഫിക്കീങ്ങളത് ചെയ്തത്. ഇയാള് പറഞ്ഞു, ഈ ഒന്നിന് പകരം 40 വേണം. എന്തിന്? ഒരു വാശിക്ക് പറയുന്നേ. 40 പകരം നിൽക്കാൻ മാത്രമുണ്ടോ ഈ തപ്പന? ഇല്ലാത്തത്രയില്ല. പക്ഷേ അയാളത് പറഞ്ഞു, 40 വേണം. അബൂദ്ദഹ്ദാഹ് തങ്ങൾ പറഞ്ഞു, 40 തരാം, ഞാൻ ഒരുക്കമാണ്. സാക്ഷികളെ കൊണ്ടുവരെ. കച്ചവടം നടക്കാൻ സാക്ഷികൾ വേണമല്ലോ, വിറ്റ്നസ്. ആളുകൾ വന്നു. ഈ ഈത്തപ്പനക്ക് പകരം എന്റെ തോട്ടത്തിലെ 40 ഈത്തപ്പനകൾ പകരമായി അതിന്റെ മണ്ണോടെ, വേരോടെ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങളതിന് സാക്ഷി നിൽക്കണം. സാക്ഷി നിന്നു. കച്ചവടം അവിടെ നടന്നു. നേരെ ഓടിച്ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് നബിയേ. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നബിയേ, ഞാനത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. 40 പകരം വേണമെന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയേ. 40 കൊടുത്തു പകരം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരല്പനേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. വഹി വരികയാണ്. ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വിവരവുമായി ജിബ്രീൽ എന്ന മാലാഖ കടന്നു വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി വരികയായി. സ്വഹാബത്ത് മൂകമായി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഓതി തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. വിശുദ്ധമായ ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ആരാണോ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, ഇവിടെ കൊടുത്തത് ഈ തപ്പനയാണ്, തോട്ടമാണ്, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി. വത്തഖാ, അത് പേരും പെരുമയും കിട്ടാൻ കൊടുക്കുന്നതല്ല. വത്തഖാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ആത്മാർത്ഥമായി നൽകുന്നത്. വസ്വദ്ദഖ ബിൽ ഹുസ്നാ, ഞാനിത് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല, നാളെ പരലോകത്ത് അല്ലാഹു എനിക്ക് പകരം തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു കൊടുത്താൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന്. ഏഴാകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന്, അവന്റെ സത്യമണ്ഡലത്തിന്റെ പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ വഹി ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് ഓതി കൊടുക്കുകയാണ്. ഞാനൊരു മുതലാളിയാണെന്ന് പറയുകയും ഇസ്തഗ്ന, ഞാൻ എല്ലാറ്റിനും പോന്ന മുതലാളിയാണെന്ന് ധരിക്കുകയും പിശുക്ക് കാണിക്കുകയും ചെയ്തവൻ. വകദ്ദബ ബിൽ ഹുസ്നാ, നാളെ സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞവൻ. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, കത്തിയാളുന്ന നരകത്തിലേക്ക് വിറകായി ഞാൻ അവനെ വെച്ചു കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ, നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തീയിലേക്ക് ആപ്പതിഞ്ഞു വീണുപോയാൽ ആ നേരത്തെ അവന്റെ സമ്പത്തൊക്കെ എന്തുപകാരപ്പെടാൻ, എന്തുപകാരം. നരകമാണ് പിന്നാലെ വരുന്നതെങ്കിൽ എന്തുപകാരം, അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ എന്ത് ലാഭം പിന്നെ സമ്പത്ത് കൊണ്ട്. ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ലോകം ഇങ്ങനെയാണ്. പിശുക്കനും ഔദാര്യവാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ, വേണ്ടെന്ന് പറയുന്നവർ.
അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്നവർ, പൊരുത്തമല്ലെന്ന് പറയുന്നവർ. ഇന്ന സഅയകും ലശത്താ. ഇവിടെ മുഅ്മിനായ മനുഷ്യൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ്. ഇതാണ് വ്യത്യാസം. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ जन्नत भी जहन्नम भी. ये खाकी अपनी फितरत में न नूरी है न नारी है. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ. കർമ്മങ്ങളെ കൊണ്ടാണ് ജീവിതമുണ്ടാകുന്നത്. കർമ്മങ്ങളാണ് ജീവിതം. കർമ്മം ഒരു മനുഷ്യന്റെ തടിയോ അയാളുടെ വീടോ കച്ചവടോ ഇതല്ല ജീവിതം. നിങ്ങളുടെ കർമ്മം. ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു, അതാണ് നിന്റെ ജീവിതം. ഒരാളുടെ മരണശേഷം ഒരാളെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്ത് അയാൾ ചെയ്ത നന്മയെ മനുഷ്യൻ ഓർക്കൂ, അല്ലെങ്കിൽ അയാൾ ചെയ്ത തിന്മയെ മനുഷ്യൻ ഓർക്കൂ. നമ്മൾ കർമ്മങ്ങളാണ്. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി. നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. യഹാക്കി, ഈ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവൻ, അപ്പിനി ഫിത്റത്ത് മേ, ജനിക്കുമ്പോൾ തന്നെ നൂരി ഹേ നാരി ഹേ, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് അള്ളാഹു മാറ്റിവെച്ചതല്ല. ഇവന്റെ കർമ്മങ്ങളെ കൊണ്ട് നരകമാണോ സ്വർഗമാണോ ഇവൻ അർഹിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഇൽമാണത്. അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവനാണത് തീരുമാനിച്ചത്. എനിക്ക് വേണോ വേണ്ടേ, ഇവന് തീരുമാനിക്കാം. അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തവർ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തവർ. അനാഖ് എന്ന പെണ്ണിനെ ഒരു സ്വഹാബി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോ അനാഖിനെ കണ്ടു. അനാഖ് എന്ന പെണ്ണുമായി ഇസ്ലാമിന്റെ മുമ്പ് ചില ലവ് അഫെയർ ഉണ്ട്, അല്ലെ, ചില സോഫ്റ്റ് കോർണർ പറയാ, സ്നേഹബന്ധമുണ്ടായിരുന്നു. പക്ഷേ സ്വഹാബി ഇപ്പോൾ മുസ്ലിമാണ്. മഹാനായ മിർഹദ് ഇബ്നു അബി മിർഹദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണിപ്പോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്ത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരാളുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ അല്ലാഹു എന്താണോ മനുഷ്യരോട് പറയാൻ ഉദ്ദേശിച്ചത് അത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുത്തന്നെ അല്ലാഹുവിന്റെ ദൂതരാണ് നബിയെന്നും വിശ്വസിക്കുന്ന മുഅ്മിൻ, ഇതാണ് മുസ്ലിം. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ള മുസ്ലിമീങ്ങളായ അടിമകളായ ഒരുപാട് ആളുകളെ മക്കക്കാർ കെട്ടിവെച്ച് പീഡിപ്പിക്കാറുണ്ടായിരുന്നു, വേദനിപ്പിക്കാറുണ്ടായിരുന്നു, ചാട്ടവാറ് കൊണ്ടടിക്കുമായിരുന്നു. മിർസദ് എന്നവർ ചെയ്യുന്ന പണി മദീനയിൽ നിന്ന് 400ഓളം കിലോമീറ്റർ, 450 കിലോമീറ്റർ, ഇന്നത്തെ ബസ് റൂട്ട് 450 കിലോമീറ്റർ, അന്ന് അതിലും കൂടുതൽ മലയോരങ്ങളുടെ കയറിറങ്ങി വരണം. 500ഓളം കിലോമീറ്ററുകൾ നടന്നു വരും. ആഴ്ചയിലൊരിക്കൽ, 2 ആഴ്ച കഴിയുമ്പോ, ഒരു മാസത്തിലൊരിക്കലൊക്കെ നടന്നു വന്നിട്ട് മക്കയിൽ ഇങ്ങനെ തമ്പടിച്ചു കൂടും, ഒളിഞ്ഞ് പാർത്തിരിക്കും. രാത്രി എല്ലാവരും കിടന്നുറങ്ങിയാൽ ബഹുമാനപ്പെട്ട മിർസദ് എന്നവർ ഓടിച്ചെന്ന് ഈ കെട്ടിവെക്കപ്പെട്ടിട്ടുള്ള മുസ്ലിമീങ്ങളായ അടിമകളെ, പാവപ്പെട്ട ആളുകളെ കെട്ടഴിച്ചിട്ട് മദീനത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകലാണ് ജോലി. അങ്ങനെ ഒരിക്കൽ മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് വന്നു. ചില ആളുകളുമായി അഗ്രിമെന്റ് ഉണ്ട് അവരെ രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ അന്ന് നിലാവുള്ള രാത്രിയാണ്. മക്കയിലെ വീടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ മിർസദ് എന്നവർ ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് പിന്നാലെ വന്ന് ചോദിച്ചു, അമിർസദു, മിർസദാണോ? ഞാൻ പറഞ്ഞു അതെ. നോക്കുമ്പോൾ അനാഖ് എന്ന് പറയുന്ന പെണ്ണാൻ. അവൾ സുന്ദരിയാണ്. പക്ഷേ അവൾ ഇയാളുടെ കാമുകിയായിരുന്നു, സുഹൃത്തായിരുന്നു ഇസ്ലാമിന്റെ മുമ്പ്. മുസ്ലിമായതിൽ പിന്നെ മിർസദ് പറഞ്ഞു, അനാഖേ, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങിയിട്ടുണ്ട് അനാഖ്, ഞാൻ മുസ്ലിമാണ് അനാഖ്, നമുക്കിനി പറ്റില്ല, ഇതൊന്നും ഹറാമാണിത്, ഞാൻ ശുദ്ധിയായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് അനാഖേ. ഫഅമ്മാ മൻ അതാ വത്തഖാ, അള്ളാഹുവിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അനാഖ് പറഞ്ഞു, മിർസദേ, ഓർമ്മയുണ്ടോ നമ്മുടെ കഴിഞ്ഞകാല സ്വപ്നങ്ങളൊക്കെ? ഓർമ്മയുണ്ടോ മിർസദേ? എനിക്ക് കൊതി തോന്നുന്നുണ്ട്. മിർസദ് പറഞ്ഞു, അനാഖ് എന്നോടൊന്നും പറയല്ലേ, ഞാൻ അത്തരക്കാരനല്ല, ഞാൻ ഇന്ന് മുസ്ലിമാണ്. ഇത് പറയാനുള്ള ധൈര്യം നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. നമ്മുടെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ വഴിച്ചിരക്കപ്പെടുമ്പോ ഞാൻ മുസ്ലിമാൻ, ഇത് പറയാനുള്ള ധൈര്യമുണ്ട്, ഇത് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. അങ്ങനത്തെ എത്ര പേർ? ഞാൻ മുസ്ലിമാൻ,
ഞാൻ മുസ്ലിമാണ് അനാഖേ, നമുക്കിത് പറ്റില്ല. അനാക്ക് വിട്ടില്ല. അവള് പറഞ്ഞു, മിർസദേ, നിങ്ങൾ ഞാൻ വിളിക്കുന്ന അവൾ പറഞ്ഞതാ, ഇന്നത്തെ രാത്രി എന്റെ വീട്ടിൽ കടന്നുറങ്ങാം. പച്ചയായ വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോ മിർസദ് എന്ന സുഹാബി പറഞ്ഞു നബി ഈ അനാക്കിനോട്, അനാക്കേ, ഇന്നല്ലാഹ ഹറമ സിനാ, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അനാക്ക്, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അവൾ പറഞ്ഞു, മിർസദേ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ മക്കക്കാരായ മുഴുവൻ ആളുകളോടും ഞാൻ ഉറക്കെ നിലവിളിച്ചു പറയും, ഇവിടുത്തെ അടിമകളെ കെട്ടഴിച്ചു കൊണ്ടുപോകാൻ വന്ന് നിങ്ങളെ ഞാൻ പിടികൊടുക്കും, നിങ്ങളവർ പിടിക്കും, ശിക്ഷിക്കും. മിർസദ് എന്നവർ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ നന്മ, അതിനേക്കാളൊക്കെ പ്രതിഫലം എനിക്ക് അല്ലാഹു തരുമല്ലോ. അനാഖ് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുകയും മരിച്ചുപോയി ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ മുതൽ നാളെ പരലോകത്തെത്തിയിട്ടും അവിടെ നിന്ന് അങ്ങോട്ടും അല്ലാഹു പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്ന മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു ഇവളങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. രാത്രി അങ്ങ് നിലവിളിച്ചു പറഞ്ഞു, ഇതാ മിർസദ് വന്നിരിക്കുന്നു, നിങ്ങളുടെ അടിമകളുടെ കെട്ടഴിക്കാൻ മിർസദ് വന്നിട്ടുണ്ട്. ആളുകളൊക്കെ പരിന്നിറങ്ങി മിർസദിന്റെ പിന്നാലെ ഓടി. മിർസദ് എന്ന് പറയാൻ, ഞാൻ ഓടി 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 ഒരു മല കണ്ടു, ഞാൻ അതിൽ കയറി ഒരു ഗുഹ കണ്ടു, അതിന്റെ ഉള്ളിൽ പോയി ഞാൻ ഒളിച്ചു. നിലാവിളിച്ചുണ്ട് രാത്രി. അവരുടെ കണ്ണിന് അല്ലാഹു മൂടി വെച്ചു, എന്നെ കണ്ടില്ല. പക്ഷെ ഞാൻ ആ ഗുഹയിൽ കയറുന്നത് അവർ കണ്ടിട്ടുണ്ട്. അവര് 5-8 പേർ ചെന്ന് എന്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചു. അവർക്കറിയാം അതിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അല്ലാഹു കണ്ണിനെ മറ കൊടുത്തു. കുറച്ചേരം ഇരുന്നു, സഹിച്ചു, ഒന്ന് വൃത്തിയാക്കി, കുറച്ച് വെള്ളം കിട്ടിയൊന്ന് ക്ലീൻ ആക്കിയിട്ട് താഴേക്ക് ചെന്ന് താൻ വാക്ക് കൊടുത്തിരുന്ന ആ ചെറുപ്പക്കാരെ സുബഹിയാകുന്നതിന് മുമ്പേ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി മദീനത്തേക്ക് പോവുകയാണ്. പക്ഷെ പോണ പോക്കില് മിർസദ് എന്നവരുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരുന്നുണ്ട്. പഴയ കണ്ട് പരിചയമുള്ള ആളല്ലേ, പഴയ സുഹൃത്തല്ലേ, അങ്ങനെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞപ്പോ പഴയ ലവ് സ്റ്റോറിയും സ്നേഹകഥകളൊക്കെ പറയുന്നവർ പൊന്നു സഹോദരന്മാരൊന്നും പറയാൻ പാടില്ല, ദയവ് ചെയ്തിട്ട്. ചിലർ പറയും, അങ്ങനല്ലേ, നിനക്ക് വല്ല ബന്ധം ഉണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോ, കോളേജ് പഠിക്കുമ്പോ? എനിക്കുണ്ടായിരുന്നു, അപ്പോൾ അത് പറയട്ടെ എന്ന് വിചാരിച്ചപ്പോ അവള് പറയും, പിന്നെ അത് വലാക്കിലേക്ക് എത്തും. എന്തിന്? നിങ്ങളും അല്ലാഹുവും തമ്മിൽ ആ വിഷയം പരിഹരിക്കും. തൗബ ചെയ്ത് മടങ്ങി. കഴിഞ്ഞ ഫ്ലാഷ് ബാക്ക് ഒന്നും, ഹറാമിന്റെ ഫ്ലാഷ് ബാക്കുകൾ തുറക്കല്ലേ, അതൊന്നും വേണ്ട. അല്ലാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൂടി. പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കിൻ. അവനവന്റെ ഭർത്താവിന്റെ കൂടെ, അവനവന്റെ ഭാര്യയുടെ കൂടെ അന്തസ്സിൽ ഹലാലായ ജീവിതം ജീവിക്കും. പഴയ ഹറാമിലേക്ക് ചിന്തിക്കല്ലേ. പക്ഷേ മിർസദ് എന്ന സ്വഹാബിക്ക് മനസ്സിലിങ്ങനെ വരാൻ തുടങ്ങി. മുസ്ലിമായിട്ട് വന്നിട്ടേ ഉള്ളൂ, അടുത്ത് വന്നിട്ടുള്ളൂ ഇസ്ലാമിലേക്ക്. ചോനെ അനാഖ്, അവളെ ഇയാൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അല്ലാഹു ഹറാമാക്കിയല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അങ്ങനെ പോവാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മദീനയിൽ നിന്ന് മക്ക വരെ പോയി യാത്ര ചെയ്തു വന്ന എന്റെ മനസ്സിന്റെ ഉള്ളിൽ അനാക്കിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നബിയേ. അനാക്ക് ഞാൻ സ്നേഹിച്ചിരുന്ന മോളായിരുന്നു, പെണ്ണായിരുന്നു നബിയേ. അനാക്കിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മിണ്ടാതിരുന്നു. വഹി ഇങ്ങനെ വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزانية لا ينكحها إلا زان أو مشرك. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. വ്യഭിചരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പുരുഷനാണ്. വ്യഭിചരിക്കുന്ന പുരുഷനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്. വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കത് പാടില്ല എന്ന പരിശുദ്ധമായ സൂറത്തുൻ നൂറിന്റെ ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു തല താഴ്ത്തിയിട്ട് പറഞ്ഞു, നബിയേ, റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ ഞാൻ അംഗീകരിച്ചു നബിയേ. അനാക്കിനെ ഞാൻ വിട്ടുകളയുകയാണ് നബിയേ. എനിക്കവള് വേണ്ട, അവൾ എനിക്ക് യോജിക്കില്ലെന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. ഔ മുശ്രിക്, അവൾ മുശ്രിക്കത്താണ്, മുസ്ലിം പോലുമല്ലല്ലോ, അവൾ മുസ്ലിമത്തായിട്ടില്ലല്ലോ. മുസ്ലിം ആവുകയാണെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ പറ്റുമായിരുന്നു. അവൾ മുസ്ലിമല്ല, അവൾ ഇപ്പോൾ വ്യഭിചാരിണിയാണ്. അങ്ങനത്തെ പെണ്ണിനെ മുസ്ലിമായ ചെറുപ്പക്കാരന് പറ്റുകയില്ലെന്നും
വ്യഭിചാരം ചെയ്യുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമായിരിക്കെ തന്നെ നേരത്തെ പറഞ്ഞ ആ കനേഡിയൻ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞ പോലെ മുസ്ലിം പേരാൻ സർവ്വതോന്നിവാസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ മുസ്ലിം പോലും അല്ലാത്ത ചെറുപ്പക്കാരെ ഒരു മുസ്ലിമത്തായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന നാളെ മരിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാനും പാടില്ലല്ലോ. ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ ആദ്യായത്തുകളിലൂടെ പറയുമ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് റദീതു ബില്ലാഹി റബ്ബാ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, അള്ളാഹുവിന്റെ തീരുമാനം എനിക്കിഷ്ടമാണ്, അനാക്കിനെ ഞാൻ വിട്ടുകളയുന്നു, അനാക്കിനോടുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്തു കളയുകയാണ്. എന്തിന്? വസദ്ദഖ ബിൽ ഹുസ്നാ, ആരാരും അറിയാതെ മക്കയിൽ പോയ നേരത്ത് രാത്രിയുടെ മറവിൽ ഈ പെണ്ണ് ഹറാമിലേക്ക് വിളിക്കുമ്പോൾ ഒരു വ്യഭിചാരമോ തോന്നിവാസമോ ചെയ്യാൻ കഴിയുമായിരിക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയ ചെറുപ്പക്കാരനാണ് മിർസദ് ഇബ്നു അബീ മിർസദ് റളിയല്ലാഹു തആല അൻഹു. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, നാളെ നടന്നെടുക്കുന്നത് സ്വർഗ്ഗത്തിലേക്കാണ്.